ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലൗസ് ഡിസൈനാണ്. സ്ലീവിൽ വരുന്ന വർക്കാണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോണത്. അപ്പോൾ ഇത് വന്നിട്ടൊരു പിങ്ക് ബ്ലൗസാണ്. അപ്പോൾ സെറ്റ് മുണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പട്ട് സാരിക്കൊക്കെ വേണ്ടിയിട്ട് ചേർന്ന് പോകുന്നൊരു വർക്കാണ്. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ളൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ മാർക്ക് ഉള്ള സ്കെയിലാണെങ്കിൽ അതോ അല്ലെങ്കിൽ ടേപ്പോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ കറക്റ്റ് കണ്ടിട്ട് അവിടെ നിന്ന് രണ്ട് സൈഡിലോട്ടും 3 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ച് വിട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൻ്റെ ആ ഒരു വർക്ക് എത്രത്തോളം ഹൈറ്റിൽ നമുക്ക് ആ ഒരു വർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇഞ്ചിൽ അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലെങ്ത്ത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരു 6 ഇഞ്ചോളം ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ അവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റേ ഒരു ഐഡിയ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇനി ഗ്യാപ്പ് കുറച്ച് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഒക്കെ അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് അത്യാവശ്യം കാണാനായിട്ട് പറ്റും കേട്ടോ, ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ. മറ്റേ വൈറ്റ് ഇത് വരുമ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു കളർ ഇതിലോട്ട് വരണ്ടാന്ന് കരുതിയിട്ടാണ് വൈറ്റ് പെൻസിൽ എടുക്കാഞ്ഞത്. ഇനി നമ്മൾ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഇടയിലായിട്ട് മിഡിൽ കണ്ടിട്ട് കുറച്ച് നീക്കിയിട്ട് ഇതേപോലെ ഒരു ലൈൻ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് ഡിഫറൻസ് ഏകദേശം ഒരു ഇഞ്ചോളം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമ്മൾ പിരമിഡിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കാനായിട്ട് പോണത് കേട്ടോ. അതല്ല നമുക്ക് വീതിയുള്ള ബോർഡറിൽ പോലെയാണ് ഈ ഒരു വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേ സെയിം തന്നെ ആ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഡോട്ടിലൊക്കെ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ മേലോട്ട് എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നൂല് പോലെ കുറേ ഇങ്ങനെ വരും. അപ്പോൾ എപ്പോഴും അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അമർത്തിയിട്ട് ഒന്ന് മേലേക്ക് വലിച്ചാൽ മതി. അതിന് ശേഷം അതൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നൂല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഉണങ്ങുമ്പോൾ അതൊന്ന് വലിച്ചു കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആ ഡോട്ട്സിലൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. രണ്ട് സൈഡിലോട്ടും ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് നോക്കിയിട്ട് ഉള്ളിലൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റോണിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോലെ ഒരു വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ വരുന്ന ബീഡ്സ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ വീറ്റ് ഷേപ്ഡ് ബീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഡ്രോപ്പ് ഷേപ്ഡാണ് ഇത്. അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നിൻ്റെയും തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു ബീഡ് തുന്നിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഓരോ സ്റ്റോണിൻ്റെയും തൊട്ടായിട്ട് തന്നെ നമ്മൾ നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ബീഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബീഡ് കൊടുക്കുമ്പോൾ നമുക്ക് റെയിൻ ഡ്രോപ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ നല്ലൊരു ഡിസൈനായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ എല്ലാ സ്റ്റോണിലും ഇതുപോലെ നമ്മൾ ആ ഒരു ബീഡ് വെച്ച് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്താ പറയുക, വണ്ണം കുറഞ്ഞിട്ടുള്ള ഭാഗം മേലോട്ടും വണ്ണം കൂടിയിട്ടുള്ള ഭാഗം താഴോട്ടും വരുന്ന രീതിക്ക് തന്നെ എല്ലാ ബീഡ്സും കോർത്തെടുക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം മറക്കരുത്, ഓരോ ബീഡും നമ്മൾ തുന്നിയെടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ബീഡ്സും ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് ഡ്രോപ്സ് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിരമിഡ് ഷേപ്പിലാണ്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു പാറ്റേൺ ഒന്ന് വരച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ കുറച്ച് സമയം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നും ഗ്യാപ്പ് ഇങ്ങനെ കറക്റ്റ് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലോട്ട് നമുക്ക് ഇതേപോലെ തന്നെ പിരമിഡിൻ്റെ ഷേപ്പിൽ കുറച്ച് അങ്ങോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഹെവി വർക്കൊക്കെ വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതല്ല സിമ്പിളായിട്ട് മതി എന്നുള്ളവർക്ക് ഇതുപോലെ നമ്മൾ
ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതല്ല നമുക്ക് വീതിയുള്ള ബോർഡറിൻ്റെ പാറ്റേണിലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെയാണ്. ഇനി ഫുൾ സ്ലീവും ഇതുപോലെ തന്നെ വർക്ക് കൊടുക്കണം എന്നുള്ളവർക്ക് അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ബ്രൈഡൽ വർക്കൊക്കെ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത്രയും നല്ല ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്കിതുപോലെയൊക്കെ സ്ലീവ് ഫുള്ളും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏതാണോ നമ്മുടെ ചോയ്സ് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ജസ്റ്റ് ഇഷ്ടമുള്ളവരൊന്ന് കയറി നോക്കുക, വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്